സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ഞാൻ മലയങ്കിരി പുരുഷോത്തമൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അത്തം നക്ഷത്രത്തിന്റെ വേഴമാറ്റത്തിനെ പറ്റിയുള്ള അവസ്ഥകളാണ്. അത്തം നക്ഷത്രത്തില് വ്യാഴൻ 2024 മെയ് 1 മുതൽ അടുത്ത വർഷം 2025 വരെ ഭാഗ്യസ്ഥാനത്ത്, അതായത് ഇപ്പം ഇവർ കന്നിക്കൂറാണ്. ഈ കന്നിക്കൂറിന്റെ 9-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. ഒരു നല്ല കാലഘട്ടമാണ്. 9-ാം ഭാവം ഭാഗ്യസ്ഥാനവും ധർമ്മസ്ഥാനവും പുണ്യസ്ഥാനവും ആകുന്നു. മാത്രമല്ല, അവിടെ ഗുരുസ്ഥാനം വഹിക്കാനുള്ള യോഗഭാഗ്യങ്ങളും സന്താനങ്ങൾക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാക്കുക, വ്യാഴൻ സർവ ഈശ്വരന്റെയും കാരകനായതുകൊണ്ട് ധനം ഉണ്ടാകുക, ആരോഗ്യപുഷ്ടി വരിക, ജനങ്ങളുമായി കൂടുതൽ സ്നേഹമുണ്ടാകുക, തൊഴിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് തൊഴിൽ ലഭിക്കുക, അതുപോലെ സാമ്പത്തിക ലെവൽ പുരോഗമിക്കുക, കച്ചവടത്തിൽ നിന്നും അല്ലെങ്കിൽ വിദേശവാസത്തിൽ നിന്നോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്നോ കൃഷിയിൽ നിന്നോ മറ്റ് ദ്രവ്യങ്ങളിൽ നിന്നോ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. പൊതുവെ കന്നിക്കൂർ അവരുടെ ആധിപൻ ബുധന്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയും അതിന്റെ ദശാനാഥൻ ചന്ദ്രനുമാകുന്നു. ചന്ദ്രൻ പൂർണ്ണബലത്തോടുകൂടി നിന്നു കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ ഐശ്വര്യവും, ചന്ദ്രന് ബലക്കുറവാണെങ്കിൽ അല്പ ശാരീരിക പീഡകളും പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. ഈ നക്ഷത്രത്തിനെ പറ്റി പറയുമ്പോൾ ഒരു സാത്വിക നക്ഷത്രവും ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രവും ആകുന്നു. ഇവർ പൊതുവെ സത്യസന്ധരും ഒന്നിൽ കൂടുതൽ പേരുകൾ ഉള്ളവരും സ്നേഹസമ്പന്നന്മാരും അവർ ബുദ്ധിമാന്മാരും അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കുന്നവരും ആകുന്നു. അതുപോലെ തന്നെ ഇവരിലുള്ള പ്രത്യേകത പഠനത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കും. പഠിച്ച് ഡിഗ്രി എടുക്കുക, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേർന്ന് അതിൽ ബിരുദമെടുക്കുക, അതുപോലെ കലകളിൽ താല്പര്യം, കൈകൊണ്ടുള്ള കലാവിദ്യകൾ ഉണ്ടാക്കുക, പടം വരയ്ക്കുക, ചിത്രരചന നടത്തുക, ഇപ്പോഴത്തെ മൂറൽ പെയിന്റ് പോലുള്ള പുതിയ തരം കലകൾ ഉണ്ടാക്കുക. സ്ത്രീകളാണെങ്കിൽ കൈപ്പണികൾ നടത്താനും അവർ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ പുരുഷന്മാരാണെങ്കിലും തൊഴിലിൽ വളരെ നിപുണന്മാരായിരിക്കും. തൊഴിലിൽ അവർക്ക് വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കും. ഗുരുജനങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കും. ചിലർക്കൊക്കെ വിദേശവാസം കാണപ്പെടുന്നു. വിദേശത്ത് പോയി കഷ്ടപ്പെട്ടവർ ധനം ധാന്യാദി സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യയ്ക്ക് നല്ല ഒരു അവസരമാണ്. അവർ ഈ സമയം നല്ലവണ്ണം പ്രയോജനപ്പെടുത്തി നല്ല മാർക്ക് വാങ്ങിച്ച് പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേരണം. കൊച്ചു കുഞ്ഞുങ്ങൾക്കും അനുകൂല കാലമാണെങ്കിലും ഇടവിട്ട് ജലദോഷം ഇതൊക്കെ ഉണ്ടാകും. അത് ബാലപീഡകൾ. അതുപോലെ ഇവർ യാത്രാപ്രിയന്മാരാണ്. യാത്ര ചെയ്തും ധനം സമ്പാദിക്കാനും മിടുക്കരാണ്. യാത്ര, അതുപോലെ ദേവസ്ഥലങ്ങളിൽ പോവുക, ദേവസ്ഥലങ്ങളിൽ പോയി പൂജ നടത്തുക, ഇതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യവും കൂടെ ആകുന്നു. ഏത് കാര്യവും തടസ്സം കൂടാതെ ഇവരെ കാര്യങ്ങൾ നടത്തുന്നതിന് ഗണപതി ഭഗവാനെ പൂജിക്കുകയും ഗണപതി അർച്ചന നടത്തുകയും ഗണപതിക്ക് തേങ്ങ അടിച്ചതുകൊണ്ട് ഇവർ ഏത് കാര്യത്തിനും മുന്നോട്ട് ഇറങ്ങുക. ഒട്ടും തോൽവി വരികയില്ല. കഴിഞ്ഞ വർഷം അവർക്ക് അത്ര നന്നായിരുന്നില്ല. കുറച്ച് വ്യയങ്ങൾ ഉണ്ടായിരുന്നു. ആ വ്യയങ്ങളെല്ലാം ഇപ്പോൾ അത് പൂർണ്ണമായും ഫെബ്രുവരി മുതൽ വളരെ അനുകൂലത്തിലേക്ക് വരും. 2024 മെയ് ഇവരുടെ കാര്യങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാകും.
വാഹനം വാങ്ങാനും ഗൃഹം നിർമ്മിക്കാനും ഗ്രഹഭൂമി ലഭിക്കുവാനും സന്താനങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സന്താനങ്ങളെ ലഭിക്കുവാനും അതുപോലെ തന്നെ പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഈ ചികിത്സ നടത്തുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനപ്പെടും. അവർക്ക് രോഗത്തിന് ശമനം കിട്ടും. രോഗം ചിലവർക്ക് രോഗം കണ്ടുപിടിക്കാത്തവരുണ്ടല്ലോ, അത് അവർ രോഗം കണ്ടുപിടിച്ച് അവർക്ക് രോഗത്തിൻ്റെ ദുരിതങ്ങൾ മാറ്റുവാനും സാധിക്കും. നല്ല ഗ്രഹം, വാഹനം, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ അവർക്ക് ഉത്തമമാകും. ഈ കാലഘട്ടം കഴിഞ്ഞിരുന്നാലും അടുത്ത കാലഘട്ടവും നന്നായിരിക്കും. അതുപോലെ വിവാഹപ്രായമായവർക്ക് ഈ കാലഘട്ടം വിവാഹത്തിന് ഉത്തമമാകുന്നു. അതുപോലെ തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരെ കഴിവിനനുസരിച്ചുള്ള തൊഴിൽ തീർച്ചയായും ലഭിക്കും. സാമ്പത്തിക മേന്മകൾ ഉണ്ടാകും. അതുവഴി അവർക്ക് പല പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ വാങ്ങുകയോ സ്ഥലം വാങ്ങുകയോ എല്ലാം ചെയ്യാൻ സാധിക്കും. പിന്നെ 33 ശേഷം ഇവർക്ക് ധാരാളം ധനാഭിവൃദ്ധികളും പ്രശസ്തിയും കീർത്തിയും ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബ അംഗങ്ങൾ, പിതാവ്, മാതാവ്, മുതിർന്നവർ, ഇവർക്കെല്ലാം ഇവരുടെ സ്നേഹവും വാത്സല്യവും എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇവർ പൊതുവെ ഒരു സാത്വിക ലക്ഷണമുള്ളവരുമാകുന്നു. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോയി പുതിയ പുതിയ തൊഴിലുകൾ കണ്ടുപിടിക്കുവാനും അവസരം. അതുപോലെ സന്താനവൃത്തി, കുടുംബഭാഗ്യം, നല്ല തൊഴിൽ. സ്ത്രീകൾക്കാണെങ്കിൽ 23 വയസ്സിൽ 21, 24 നല്ല വിവാഹ യോഗവും ലഭിക്കും. പുരുഷന്മാർക്കാണെങ്കിൽ 26 ശേഷം വിവാഹത്തിന് ഏറ്റവും ഉത്തമമായ ഘട്ടമാകുന്നു. ശേഷം ഇവർക്ക് സന്താന യോഗവും ഭാഗ്യവും കുടുംബജീവിത പുഷ്ടിയും എല്ലാം അനുഭവിക്കും. പൊതുവെ ഇവർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. ചന്ദ്രദശ 10 കൊല്ലം, ചൊവ്വാദശ 7 കൊല്ലം, രാഹുർദശ 18 കൊല്ലം, വേഴദശ 16 കൊല്ലം, ശനിദശ 19 കൊല്ലം, അത് കഴിഞ്ഞാൽ വേഴൻ 16. ഇങ്ങനെ ഇവരുടെ ദശകൾ പോകുന്നു. ജനിച്ചതിൻ്റെ അടിസ്ഥാനം അനുസരിച്ച് ജന്മശിഷ്ടത്തിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. പൊതുവെ ഇവർ ഭക്തരും ശക്തരും ബുദ്ധിമാന്മാരും ആകുന്നു. ചിലർക്ക് ചില ദശകളിൽ അനുഭവം കിട്ടിയില്ല എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കില്ല. അത് ജാതകത്തിൽ ആ കാലഘട്ടങ്ങളിൽ ചില സന്ധികളോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും. അല്ലാതെ ഞാൻ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ട് എനിക്ക് ഭാഗ്യമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാ നക്ഷത്രക്കാർക്കും ഭാഗ്യം ദൈവം തരും. എല്ലാ നക്ഷത്രങ്ങളും ഭാഗ്യമുള്ള നക്ഷത്രങ്ങളാണ്. ചിലരോട് ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ഭാഗ്യമില്ല എന്ന്, അതൊക്കെ നമ്മളെ അനുഭവം കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും പറയുന്നതാണ്. അതിലൊന്നും നിങ്ങൾ വിഷമിക്കില്ല. നിങ്ങൾക്ക് ദൈവം പൂർണ്ണ അനുഗ്രഹം തരും. ഗണേശനും മഹാദേവനും മഹാവിഷ്ണുവും ആറ്റ്യാലമ്മയും ചോറ്റാനിക്കര അമ്മയും എല്ലാ അനുഗ്രഹവും തന്ന് നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ സമാപിപ്പിക്കുന്നു.